കോലുകളെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാം. എങ്കിലും വീണ്ടും ഞാൻ പറയുകയാണ്, ഞാൻ ഒന്നിനെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ച് പറയുവാൻ യോഗ്യനല്ല, അറിവുള്ളവനല്ല. എങ്കിലും എന്നും ന്യൂസ് കാണുകയും ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ സ്വരൂപിച്ചു വെച്ചു. കൊണ്ടും അത് കൂടാതെ എൻ്റെ മൊബൈലിൽ അത് സേവ് ചെയ്തും ഓരോ സംഭവങ്ങൾ പിന്നെ നടക്കുന്നത് കാണുന്ന സമയത്ത് പഴയതുകൂടെ എടുത്ത് ഞാൻ നോക്കിയിട്ട് ഓരോന്ന് എഴുതും. അതാണ് എൻ്റെ പതിവ്. ഇന്ന് രാവിലെ ഞാൻ വീഡിയോ ചെയ്തു ഓട്ടോസഭയിലെ കാണിയാൻ റിഞ്ചു പി കോശിയച്ചനെ കുറിച്ച്. എന്നാൽ ഇന്ന് വീണ്ടും ആ മനുഷ്യനെക്കുറിച്ച് തന്നെ ഞാൻ പറയാൻ വരുന്നത്. ഓട്ടോസഭയിൽ കണിയാൻ മാത്രമല്ല, അവിടെ അല്ലാതെ കൈനോട്ടക്കാർ വരെ ഉണ്ട്. അത് എന്നെ റിഞ്ചു പി കോശിയച്ചൻ പറഞ്ഞത് ഇതെന്ന് മനസ്സിലായി. റിഞ്ചു പി കോശിയച്ചൻ കബഡി നിർത്തണം, കൈനോട്ടക്കാർക്ക് കബഡി നിർത്തേണ്ട കാര്യമില്ല. അത് സാധാരണ കൈനോട്ടക്കാരെ അടുത്ത് ചെന്ന് കൈ പിടിച്ച് നോക്കി ഓരോന്ന് പറയും. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓട്ടോസഭയിലെ കൈനോട്ടക്കാർക്ക് അവർക്ക് വലത്ത് കൈ കാണിച്ചാൽ മതി, അപ്പോഴേ എല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം റിഞ്ചു പി കോശിയെ കുറിച്ച് ചിലത് പറയാം. ഈ മനുഷ്യൻ ബൈബിൾ വായിച്ചിട്ടില്ല. അതായത് നിന്റെ വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും നന്മ ചെയ്താൽ അത് പുറത്ത് പറയരുത്. അത് എന്തു തന്നെയാണേലും അത് ഈ മനുഷ്യൻ അറിയത്തില്ല. ഇദ്ദേഹം തൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടി എല്ലാം വിളിച്ചു പറയും. ഞാൻ ഇന്നത് ചെയ്തു. അത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഡിസംബറിൽ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞു. ഇവൻ പറഞ്ഞു ഏതോ ഒരു ഇടവകയുണ്ട്, അവിടെ ആ ഇടവകയാണ് ഏറ്റവും കൂടുതൽ ദിവസം ക്രിസ്മസ് കരോൾ നടത്തിയത്. ഈ ഇടവക തന്നെയാണ് കൂടുതൽ കരോൾ നടത്തി കാശ് സമ്പാദിച്ച ഇടവക എന്ന ഇതോടെ ഈ ഇടവയ്ക്കാണെന്ന്. എവിടെയും പണമാണ്. നീയൊക്കെ എന്തിനാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന? പണത്തിനല്ലയോ. നീയൊക്കെ പെരുന്നാളും റാസയും നടത്തുന്നത് പണത്തിന് വേണ്ടിയല്ലയോ. അല്ല എന്തിനാ? നിന്നെക്കുറിച്ച് ഞാൻ പറയാം. നീ പഴങ്കഥകൾ പറയാനും എല്ലാ വലിയ മിടുക്കനാണ്. നീ ഒരിക്കൽ പറഞ്ഞു, നിൻ്റെ അമ്മ, അതായത് കുരുത്തോല കത്തിക്കുന്ന, അത് ഇന്നിപ്പോൾ കുരുത്തോല കത്തിക്കുന്ന അഗ്നി ശുശ്രൂഷയാണ്. അത് ജനപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷ നടുവിൽ ഈ പുരോഹിതവർക്കും അഗ്നി ശുശ്രൂഷ നടത്തും. അവിടെ അത് വലിയ ആഘോഷമാണ്. പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ദിവസം ഇവൻ്റെ അമ്മ ഒരു ചെറിയ ഡപ്പയിൽ കുന്തിരിക്കവും കൊണ്ടാണ് പോകുന്നത് പള്ളിയിൽ. എന്തിനാ? കുരുത്തോല കത്തിക്കുമ്പോൾ അതിനകത്തിടാനായിട്ട്. നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ ആ ഡപ്പയ്ക്കകത്ത് ആ കുരുത്തോല കത്തി കഴിഞ്ഞ ചാരവും ശേഖരിച്ചുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യം, അത് കൃഷി വകുപ്പ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ്റെ ബുദ്ധി അല്ല, ഇവൻ്റെ അമ്മ എടുത്തുകൊണ്ട് പോയതിനും. അവൻ പറഞ്ഞു, ഈ ചാരമിട്ടാൽ പച്ചക്കറിക്കും അതിനൊക്കെയുള്ള പുഴുവിൻ്റെ ശല്യമൊക്കെ മാറും. എന്ത് അതിശയമാണ്! എനിക്കറിയാൻ പറ്റ. പോട്ടെ. ഇന്ന് ഇവൻ പറഞ്ഞു, ഇവന് സെമിനാരിൽ പഠിക്കുമ്പോൾ അവിടെ അന്ന് പഠിപ്പിച്ചിരുന്ന ഒരു പുരോഹിതൻ, മെത്രാനോറ്റാണെന്ന് അവൻ പറഞ്ഞത്. ആ പുരോഹിതൻ പറഞ്ഞു, നീ വലത്ത് കൈ ഒന്ന് കാണിക്കാൻ. എന്നിട്ട് വലത്ത് കൈ നോക്കിയിട്ട് പറഞ്ഞു, ഏതൊക്കെ വലിയ കാര്യം പറഞ്ഞു, എല്ലാ വലിയ കാര്യങ്ങളും ഈ കൈ കൊണ്ടുകൊണ്ട് ചെയ്യുമെന്ന്, ഈ കൈ ശുദ്ധമായിരിക്കണമെന്ന്.
ഞാൻ ഈ റിഞ്ചു പിക്കോശേറ്റിനോട് ചോദിക്കുകയാണ്, നിൻ്റെ ഈ ഈ ജീവിതകാലത്തിനിടയിൽ 10 പൈസ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടോ? നിൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ സ്വന്തം ശൈലിയിൽ ഏതാണ്ട് വലിയ കാര്യം ചെയ്തതുപോലെ, അതായത് ഒരു ദിവസം ഏതോ കാര്യത്തിന് സ്കൂളിൽ നിന്നും വീട്ടിൽ പോകാൻ സൗകര്യമൊത്തില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതിരുന്നപ്പോൾ സ്കൂളിലെ കുട്ടികൾ, പുള്ളിയുടെ അറിയുന്ന കുട്ടികൾ അവരുടെ ആഹാരത്തിൽ നിന്നും പങ്ക് കൊടുത്തത് അത് കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം 30 രൂപയുടെ ഐസ്ക്രീം മേടിച്ച് ഈ പിള്ളേർക്ക് കൊടുത്തത്. 30 രൂപയ്ക്ക് എത്ര ഐസ്ക്രീം കേടാ പട്ടി? പോട്ടെ, അത് ചോദിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത് പുരോഹിത വർഗം പള്ളികൾ പണിത് കൂട്ടുകയും മറ്റുള്ളവരുടെ പള്ളികൾ പിടിച്ചു പറിക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? പണം, സ്വത്ത് സമ്പാദിക്കാനായിട്ട്. നിങ്ങൾ എവിടെ നോക്കിയാലും ഓട്ടോ സഭയുടെ ഇടവകൾ ഭൂമിയും കെട്ടിടങ്ങളും എല്ലാം വലിച്ചു വാരി മേടിക്കുക. ആരുടെ കാശ? വിശ്വാസികളുടെ കാശ? ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ മെത്രാൻ്റെ കാശുണ്ടോ? അതിനകത്ത് ഇല്ല. അവർക്ക് സുഖിച്ചു പാടാനായിട്ട് ഭാവിയിൽ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഈ പുരയെടുക്കുന്ന അല്ല ഈ മേടിക്കുന്ന കെട്ടിൽ നിന്ന് കിട്ടുന്ന 10 പൈസയുടെ വരുമാനം ഏതെങ്കിലും പാവം പിടിച്ച വിശ്വാസിക്ക് ഒരു നേരത്തെ ഗുളിക മേടിക്കാൻ കൊടുക്കുമോ? ഈ പട്ടികൾ കൊടുക്കത്തില്ല. നിങ്ങൾ അവൻ്റെയൊക്കെ പുറകെ പൊയ്ക്കോടി. നിങ്ങൾ പോയിട്ട് ഓടിയിൽ അവരെ തിരിഞ്ഞ് കാണിക്കുമ്പോൾ അയ്യോ ഇതാണോ എന്ന് പറഞ്ഞ് വരുന്ന ഗതി വരും. നിങ്ങൾ ഓടുവിൻ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൂ, ഓർത്തോ സഭയിൽ കണിയാൻ മാത്രമല്ല കൈനോട്ടക്കാർ വരെയുണ്ട്. ഈ കണിയാനെ ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുള്ള. അവൻ എന്നോട് പറഞ്ഞു ഇപ്പോൾ സമയമില്ല, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അവൻ വിളിച്ചിട്ടില്ല. അതുപോലെ ജോയിച്ചൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രാസംഗികനുണ്ട് സഭയിൽ. അദ്ദേഹം ഒരിടയ്ക്ക് ധൂപക്കുറ്റിയെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും കൊള്ളാം, കുഴപ്പമില്ല. ആ മനുഷ്യൻ ഞാൻ ടെലിഫോണിൽ വിളിച്ചിട്ടുള്ള. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബിസി ആയിരിക്കും, എപ്പോൾ വിളിച്ചാൽ സംസാരിക്കാൻ എനിക്ക് ആത്മീയ കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വൈകിട്ട് 8 മണി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ നിന്നൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ. അദ്ദേഹം എവിടെ വിളിച്ചു? കുത്തങ്കാവിൽ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ വികാരിയെ പട്ടിടമുന്നത്തൂറാത്ത ചക്കാത്തി അല്പം വെല്ലം അമേഞ്ചം കൊടുത്താലും കഴിച്ച് വിശപ്പിളക്കുന്ന വിമൽ മാമൻ ചെറിയാന്ന ഒരു പുരോഹിതൻ. അവനെ ഞാൻ പ്രത്യേക പള്ളി വെച്ച് അരീസ് കഴിച്ച എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും പള്ളി വേണ്ട, പള്ളി നോക്കത്തില്ല, എല്ലാം അവൻ്റെ പോക്കറ്റിൽ പോകുന്ന ആരും ചിന്തയുള്ളൂ. പള്ളി നയിച്ചാലും പ്രശ്നമില്ലല്ലോ, വിശ്വാസികൾ ഉണ്ടായിക്കോളും. ഞാൻ വിട്ടില്ല, ഞാൻ കണ്ട കാര്യം അവനെ കൊണ്ട് ചെയ്യിച്ചു. അതുകൊണ്ട് എന്നോട് ദേഷ്യമാണ്. ഇപ്പോഴും 35 ഇടയിലെ നല്ല പരിശുദ്ധന്മാരായ വിശ്വാസികൾക്ക് എന്നോട് ദേഷ്യമാണ്. എനിക്ക് ഏതായാലും കൊള്ളാം. ഈ ജോലിക്ക് ജോയിച്ചൻ ഈ വിമൻ മാമനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ഞു കാണും. ഏതായാലും കൊള്ളാം. ഞാൻ 3 പ്രാവശ്യം 8 മണി കഴിഞ്ഞ് വിളിച്ചിട്ടൊക്കെയും എടുത്തില്ല. ഏതായാലും കൊള്ളാം. ഞാനൊരു കാര്യം പറയാം, ഇവൻ പർപ്പസ്ലി ഒഴിഞ്ഞു മാറിയതാണ്. അല്ല എങ്കിൽ ഇദ്ദേഹം ഒരു ഇടവകയുടെ വികാരിയാണ്. അത് തന്നെയല്ല, അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ്. ആരെങ്കിലുമൊക്കെ വിളിച്ച് നിങ്ങൾക്ക്, കാരണം വേറൊന്നുമല്ല, ഇവനെല്ലാം പണത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഇന്നും ഫ്രീ ആയിട്ടൊന്നും പ്രസംഗിക്കാൻ പോകത്തില്ല. ആ കൈമടക്ക് പോക്കറ്റ് ഇത്ര എന്നുള്ളത് പറഞ്ഞ് അത് തിട്ടപ്പെടുത്തിയിട്ടേ പോകത്തുള്ളൂ. ഇവരേതായാലും ഞാൻ ടെലിഫോൺ ചെയ്തപ്പോൾ അവിടെ ഇല്ലെങ്കിൽ തന്നെയും വെളിയിൽ നിന്ന് വന്നിട്ടാണെങ്കിലും ഫോൺ എടുത്ത് നോക്കും, വല്ലവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. മിസ് കോൾ കണ്ട് എങ്കിലും വിളിക്കും. അതുപോലും അവൻ ചെയ്തില്ല. ഏതായാലും ഓർത്തോ സഭയിലെ തെരുവ് നായ്ക്കളാണ് ഈ പുരോഹിത വർഗം.